guys, welcome to our YouTube channel Endless 90 Motorcycle Carries. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1990 മോഡൽ RX-135 ആണ്. ഫുൾ സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ്. RX എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൻ്റെ സൗണ്ട് കേൾക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടിട്ട് വരാം. ശബ്ദമൊക്കെ കേട്ട് വന്നേക്കുവാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന അതിൻ്റെ ഒരു ടാങ്ക് പാർട്ടാണ്. അതിലടിച്ചിരിക്കുന്ന ഒരു ഷൈനി ബ്ലൂ ആയിട്ടുള്ള ആ ഒരു കളറും നമുക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷനായിട്ട് തോന്നും. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഹാൻഡിൽ, മീറ്റർ, ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതെല്ലാം ഫുൾ സ്റ്റോക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ നോക്കുമ്പോൾ തന്നെ ഒരു സ്റ്റോക്ക് ലുക്കാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയത് ആ ഒരു ലുക്കിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ലുക്കും ആ ഒരു പഴമയും അതൊന്നും മാറ്റാത്ത രീതിയിലാണ് ഇതെല്ലാം ഫുള്ളൊന്ന് വർക്ക് ചെയ്ത് നമ്മൾ ചെയ്ത് വെച്ചത്. അടുത്ത് നമ്മൾ പുറകിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറയാനുള്ളത് സീറ്റിനെ കുറിച്ചാണ്. സാധാരണ വന്നിട്ട് RX-100നും RX-135നും ഡിഫറൻറ്റ് ഷേപ്പിലായിരിക്കും സീറ്റ് വന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലത്തെ മോഡലിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് RX-135ൻ്റെ അതേ റെക്സിനും കുഷനും വെച്ചിട്ടുള്ള ആ ഒരു സീറ്റ് തന്നെയാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത്. അറിയാമല്ലോ, സാധാരണ സ്റ്റോക്ക് വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമ്പോൾ തന്നെ കമ്പനി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരിയർ വന്നിട്ട് ലോങ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ സ്റ്റോക്ക് വണ്ടിയിലുള്ളതുപോലെ തന്നെ ഒരു ലോങ് കാരിയറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ടെയിൽ ലാമ്പ്, ഇൻഡിക്കേറ്റർ എല്ലാം ഫുൾ സ്റ്റോക്കാണ്. പിന്നെ വന്നിട്ട് മഡ് ഗാർഡും സ്റ്റോക്കാണ്. അപ്പോഴത്തേക്കും ഗബ്രിയലിൻ്റെ സ്റ്റോക്കായിട്ടുള്ളതിനെ ഷോക്ക് അബ്സറാണ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താകെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്പീഡ് കിക്കറാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടയറിലാണ് 16 ഇഞ്ചിൻ്റെ മോട്ടോഡി ടയറാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് MRFൻ്റെ 16 ഇഞ്ചിൻ്റെ മോട്ടോഡി ടയറാണ് നമ്മളിതിനകത്ത്. ഈ വണ്ടിയുടെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് വല്ല മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. ഇത് ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വണ്ടിയായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ്.